ഹരേ കൃഷ്ണ. മാരീചനെ വധിച്ചതിനു ശേഷം അതിവേഗതയിൽ തിരിച്ചോടിയ ഭഗവാൻ പല ദുർനിമിത്തങ്ങളും കാണുവാൻ തുടങ്ങി. ഭഗവാൻ ദേവിയുടെ സംരക്ഷണത്തെ ഓർത്ത് ഭയന്നു. ലക്ഷ്മണസ്വാമി ദേവിയെ ആശ്രമത്തിൽ തനിച്ചാക്കി എത്തിയത് കണ്ടപ്പോൾ ഭഗവാൻ ലക്ഷ്മണസ്വാമിയെ ശകാരിച്ചുകൊണ്ട് പറഞ്ഞു, എത്രത്തോളം മോശമായ പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ വനത്തിൽ സുരക്ഷിതരാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? സീതയെ ആരോ അപഹരിച്ചു എന്നാണ് അപശകനങ്ങളിലൂടെ വ്യക്തമാകുന്നത്. എന്തിനാണ് നീ ഇങ്ങനെ ബുദ്ധിശൂന്യത കാണിച്ചത് എന്നിങ്ങനെയുള്ള വാക്കുകളാൽ കുറ്റപ്പെടുത്തുകയും ദേഷ്യത്തോടെ പലതും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പർണശാലയിൽ തിരിച്ചെത്തി ദേവി അപഹരിക്കപ്പെട്ട യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ദേവിയുടെ വിരഹത്താൽ ഭഗവാൻ ഒരുപാട് കരഞ്ഞു. ഭഗവാന് വിഷമം താങ്ങാനാകുന്നില്ല. രാമൻ ഇല്ലാത്തിടത്ത് നിൽക്കുവാനാകില്ല എന്ന് പറഞ്ഞ് ഭഗവാനോടൊപ്പം വനത്തിൽ വരികയും ഊണും ഉറക്കവും ഉപേക്ഷിച്ച് ഭഗവാന്റെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ലക്ഷ്മണസ്വാമിയോടാണ് സീതാദേവി പറയുന്നത്, നിന്റെ ഉള്ളിൽ തെറ്റായ ആഗ്രഹങ്ങൾ ഉണ്ടല്ലേ എന്നിങ്ങനെ. എന്നാൽ ലക്ഷ്മണസ്വാമി സമാധാനമായി തന്നെ പ്രതികരിക്കുന്നു. അതിനുശേഷം രാമന്റെ സമീപത്തെത്തുമ്പോൾ ഭഗവാൻ ദേവിയെ ഒറ്റയ്ക്കാക്കിയത് ലക്ഷ്മണസ്വാമിയെ ഒരുപാട് ശകാരിക്കുന്നു. എന്നിട്ടും ലക്ഷ്മണസ്വാമി സമാധാനമായി തന്നെ പ്രതികരിക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും മുന്നിലുള്ള വ്യക്തികളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത വാക്കുകളിലൂടെ മുറിവേൽക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയന്ത്രണവും നഷ്ടപ്പെടുന്നു. ഇവിടെ രാമൻ ശകാരിക്കുമ്പോഴും സീതാദേവി കുറ്റപ്പെടുത്തുമ്പോഴും ലക്ഷ്മണസ്വാമി ചിന്തിച്ചു, അക്ഷരാർത്ഥത്തിൽ ദേവി ഇത് ഉദ്ദേശിച്ചല്ല പറയുന്നത്. നമ്മുടെ മനസ്സിനെ താങ്ങാനാകാത്ത ദുഃഖത്തിൽ നമ്മൾ അറിയാതെ പല വാക്കുകളും പ്രയോഗിക്കും. എന്നാൽ എല്ലാം സ്നേഹം കൊണ്ടാണ്. ഇത് കേട്ട് നമ്മുടെ കർത്തവ്യങ്ങളിൽ നിന്നും വ്യതിചലിക്കുവാൻ പാടില്ല. ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുക. ദേവിയെ കാണാത്തതിലുള്ള ദുഃഖത്തിൽ നിന്നും പുറത്തു വരുന്നതിനായി ലക്ഷ്മണസ്വാമി ഭഗവാനോട് പല ആശ്വാസവാക്കുകളും നിർദ്ദേശങ്ങളും നൽകുന്നു. ഭഗവാൻ അത് സ്വീകരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, നമ്മളെക്കാൾ ജീവിത പരിചയമില്ലാത്തവർ പറയുന്ന കാര്യങ്ങൾ എന്തിനു കേൾക്കണമെന്ന്. എന്നാൽ ഭഗവാൻ നമുക്ക് മുൻപിൽ ആരുടെ രൂപത്തിലാണ് അറിവ് നൽകുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ആര് നല്ല നിർദ്ദേശം തന്നാലും സ്വീകരിക്കുക. ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ പ്രായം നോക്കേണ്ടതില്ല. ഭഗവാൻ ലക്ഷ്മണനോട് പറഞ്ഞു, ലക്ഷ്മണ, നീ പറയൂ, എന്താണ് നമ്മൾ ചെയ്യുക? ഞാൻ വിഷമത്തിലാണ്. അപ്പോൾ ലക്ഷ്മണസ്വാമി പറഞ്ഞു, നമുക്ക് പർവ്വതങ്ങൾ, ഗുഹകൾ എന്നിങ്ങനെ എല്ലായിടത്തും ദേവിയെ അന്വേഷിക്കാം. കുറച്ചകലെയായി ജടായുവിനെ കണ്ട് ഭഗവാൻ പറഞ്ഞു, ഇവൻ തന്നെയായിരിക്കും സീതയെ ഭക്ഷിച്ചത്. ഇവനെ ഇപ്പോൾ തന്നെ തീർക്കുന്നതാണ് എന്ന് പറഞ്ഞ് അമ്പെയ്യാൻ തുടങ്ങിയപ്പോൾ ജടായു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അങ്ങ് ആരെയാണ് അന്വേഷിക്കുന്നത്? അതേ സീതാദേവിയെ രാവണൻ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. ഞാൻ ദേവിയെ രക്ഷിക്കാൻ പരമാവധി ശ്രമിച്ചു, എങ്കിലും സാധിച്ചില്ല. എന്നിട്ട് തകർന്നു കിടക്കുന്ന രാവണന്റെ രഥവും കവചവും വില്ലുകളും കാണിച്ചു കൊടുത്തു. ജടായുവിന്റെ ത്യാഗം കണ്ട് ഭഗവാൻ കൂടുതൽ വിഷമത്തിലായി. മുട്ടുകുത്തി വീണുകൊണ്ട് ജടായുവിനെ കെട്ടിപ്പിടിച്ചു. ജടായുവിന് ഉടൻ തന്നെ മോക്ഷം ലഭിച്ചു. പിതാവിന് തത്തുല്യമായ ഒരു സ്ഥാനം നൽകിക്കൊണ്ട് ഭഗവാൻ സ്വയം ജടായുവിന്റെ ശേഷക്രിയകൾ ചെയ്തു. ജടായു ഭഗവാന്റെ ഉയർന്ന ലോകങ്ങളിൽ പ്രവേശിച്ചു. രാമലക്ഷ്മണന്മാർ ദക്ഷിണ ദിശയിൽ യാത്ര തുടർന്നു. അതിശക്തമായ ശബ്ദം കൊടുങ്കാറ്റുപോലെ പാഞ്ഞെടുക്കുന്നത് അന്വേഷിച്ച് അവർ ഭീകരരൂപിയായ കബന്ധന്റെ സമീപം എത്തിച്ചേർന്നു. ഒരു യോജനയോളം നീണ്ട കൈകൾ കൊണ്ട് രാമലക്ഷ്മണന്മാരെ അയാൾ പൊക്കിയെടുത്തു. അസ്ത്രങ്ങൾ പ്രയോഗിക്കുന്നതിനുള്ള അവസരം കിട്ടിയില്ല. ലക്ഷ്മണസ്വാമി ചിന്തിച്ചു, ഇതോടെ എല്ലാം അവസാനിച്ചു. ഭഗവാനോട് പറഞ്ഞു, അങ്ങ് എന്നെ ഇവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെടൂ, എന്നിട്ട് ദേവിയെ കണ്ടെത്തൂ. ശ്രീരാമസ്വാമി ലക്ഷ്മണസ്വാമിക്ക് ധൈര്യം കൊടുത്തു. അവർ രണ്ടുപേരും ചേർന്ന് കബന്ധന്റെ ഓരോ കൈ വീതം അറുത്തു. കബന്ധൻ നിലവിളിച്ചുകൊണ്ട് നിലത്ത് വീണു. ലക്ഷ്മണസ്വാമിയെപ്പോലെ അപ്രതീക്ഷിതമായി വരുന്ന പ്രശ്നങ്ങളിൽ നമ്മളും വീണു പോയേക്കാം. എന്നാൽ ധൈര്യം വീണ്ടെടുത്ത് അവസരം നോക്കി നിന്നുകൊണ്ട് ക്ഷമയോടെ പ്രവർത്തിച്ചാൽ അതിൽ നിന്നും കരകയറാൻ സാധിക്കും. കബന്ധൻ തൻ്റെ പൂർവ്വകഥ രാമലക്ഷ്മണന്മാരോട് പറഞ്ഞു കൊടുത്തു. തനിക്ക് ദേവേന്ദ്രൻ്റേതുപോലെ സുന്ദരമായ ശരീരം ഉണ്ടായിരുന്നു എന്നും പല ഘോരരൂപങ്ങളെടുത്ത് ഋഷിമാരെ ഭയപ്പെടുത്തിയപ്പോൾ സ്ഥൂലശിര എന്ന ഋഷിയുടെ ശാപത്താൽ രൂപം വിരൂപമായി മാറി. ബ്രഹ്മദേവനിൽ നിന്നും ദീർഘായുസ് ലഭിച്ച കബന്ധൻ ഒരിക്കൽ ദേവേന്ദ്രനുമായി ഏറ്റുമുട്ടിയപ്പോൾ വജ്രായുധമേറ്റ് ശിരസും കൈകളും ശരീരത്തിനുള്ളിലേക്ക് കയറിപ്പോയി. ഈ നരകീയ യാതനയിൽ നിന്നും മോചനം നൽകുവാൻ തന്നെ വധിക്കണമെന്ന് ഇന്ദ്രനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ബ്രഹ്മദേവൻ ദീർഘായുസ് നൽകിയതിനാൽ ഇതേ ശരീരത്തിൽ ജീവിക്കേണ്ടി വന്നു. നീളമുള്ള കൈകളും വായും നൽകിക്കൊണ്ട് ഇന്ദ്രൻ പ്രവചിച്ചു, ഒരു നാൾ ശ്രീരാമസ്വാമി ലക്ഷ്മണ സമേതനായി വന്ന് കൈകൾ അറുക്കുമ്പോൾ മോക്ഷം ലഭിക്കും എന്ന്. കബന്ധന്റെ ശരീരത്തെ ഒരു ഗുഹയ്ക്കുള്ളിൽ ലക്ഷ്മണസ്വാമി തയ്യാറാക്കിയ ചിതയിൽ ദഹിപ്പിച്ചപ്പോൾ അതീവ സുന്ദര രൂപത്തോടെ കബന്ധൻ ഉയർന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഭഗവാനെ, ബാലിയെ ഭയന്ന് പമ്പാ തീരത്ത് ഋഷ്യമൂക പർവ്വത ഗുഹയിൽ കഴിയുന്ന സുഗ്രീവനുമായി അങ്ങ് സഖ്യത്തിലാകണം. അദ്ദേഹത്തിന് അങ്ങയെ സഹായിക്കാൻ കഴിയും. ഇത്രയും പറഞ്ഞ് ഭഗവാന്റെ സമ്മതത്തോടെ കബന്ധൻ സ്വർഗത്തിലേക്ക് പോയി.
ദശരഥപുത്രന്മാർ കബന്ധൻ പറഞ്ഞ ആ വഴികളിലൂടെ സഞ്ചരിച്ച് പമ്പാ നദിയുടെ പടിഞ്ഞാറേ ഭാഗത്ത് എത്തിച്ചേർന്നു. അവിടെ ശബരിയുടെ ആശ്രമം കണ്ടു. മഹായോഗിനിയായ ശബരി ഭഗവാനെ കണ്ട ഉടൻ തന്നെ കൈകൾ കൂപ്പി എഴുന്നേറ്റു. ഭഗവാന്റെ പാദങ്ങൾ മുറുകെ പിടിച്ചു. ലക്ഷ്മണസ്വാമിയുടെയും പാദങ്ങളിൽ മുറുകെ പിടിച്ചു. കാല് കഴുകാനുള്ള വെള്ളം കൊടുത്ത ശേഷം ഇരുത്തി ആതിഥ്യ മര്യാദകൾ പാലിച്ചു. എന്നിട്ട് ശബരി ദേവി പറഞ്ഞു, അങ്ങയെ കണ്ടപ്പോഴാണ് ഞാൻ ചെയ്ത തപസ്സും എൻ്റെ ജീവിതവും സഫലമായത്. ഗുരുഭൂതന്മാർക്ക് വേണ്ടി ചെയ്ത ശുശ്രൂഷ പൂർണ്ണമായത്. അങ്ങയുടെ ദർശനത്താൽ ഞാൻ പവിത്രീകരിക്കപ്പെട്ടു. എനിക്ക് അങ്ങയുടെ ധാമത്തിലേക്ക് പോകുവാനാണ് ആഗ്രഹം. അങ്ങയുടെ ശത്രുക്കളായ കാമക്രോധ ലോപമോഹങ്ങളെ ഞാൻ ജയിച്ചിരിക്കുന്നു. മാതംഗ ഋഷിയെയും മറ്റു ഋഷിമാരെയും ഉപരിലോകത്തു നിന്നുള്ള വിമാനം വന്ന് കൊണ്ടുപോയി. ഋഷിമാരൊക്കെ പറഞ്ഞിരുന്നു, ഭഗവാൻ ശ്രീരാമൻ സൗമിത്രിയുമായി വരും. അവരെ കണ്ടു കഴിഞ്ഞാൽ നിനക്ക് മോക്ഷം ലഭിക്കും എന്ന്. ഞാൻ വനങ്ങൾ തോറും സഞ്ചരിച്ച് ഫലമൂലാദികൾ ശേഖരിച്ച് അങ്ങയ്ക്ക് വേണ്ടി കരുതി വച്ചിരിക്കുകയാണ്. ശബരി എത്രയോ വർഷങ്ങളായി ഭഗവാന് വേണ്ടി കാത്തിരിക്കുകയാണ്. അതിനാൽ ഭഗവാൻ ശബരിയുടെ തപസ്യയ്ക്ക് ഫലമായി അനുഗ്രഹം കൊടുക്കുകയാണ്. ഭഗവാനുമായി ഇടപെടുന്നതിനും സംസാരിക്കുന്നതിനുമുള്ള അവസരമാണ് ആ അനുഗ്രഹം. അങ്ങനെ ശബരി ദേവി മനോഹരമായ മാതംഗാശ്രമത്തിൻ്റെ പല ഭാഗങ്ങൾ ഭഗവാന് കാണിച്ചു കൊടുത്തു. ഋഷിമാർ യജ്ഞം ചെയ്തുകൊണ്ടിരുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഋഷിമാരുടെ തപസ് മൂലം അവർക്ക് സപ്തസമുദ്രങ്ങളിൽ പോകാൻ കഴിഞ്ഞില്ല. അതിനാൽ സപ്തസമുദ്രങ്ങളും ഇവിടേക്ക് വന്നിരിക്കുന്നു. അതാണ് പമ്പാ നദിയെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. കുളിക്കുന്ന സമയം ഋഷിമാർ അവരുടെ വസ്ത്രങ്ങൾ മരത്തിനു മുകളിൽ ഇടുകയായിരുന്നു. അവരുടെ സ്പർശനം കൊണ്ട് അതിപ്പോഴും നനഞ്ഞു തന്നെ ഇരിക്കുന്നു. ശബരി ആ ഭക്തരെ എത്രത്തോളം ബഹുമാനിച്ചിരുന്നു എന്ന കാര്യം ഇതിൽ നിന്നും വ്യക്തമാണ്. സാധുജനങ്ങളുടെ വസ്തുവകകളിൽ അവരുടെ സാന്നിധ്യം എപ്പോഴും കാണുന്നതാണ്. ഏതൊരു വ്യക്തിയും ഉപയോഗിച്ച വസ്തുവകകൾ നമ്മളത് തൊടുകയോ ഉപയോഗിക്കുകയോ ചെയ്യുമ്പോൾ ആ വ്യക്തിയുടെ ബോധവും അതിലുണ്ടാകും. താഴ്ന്ന ബോധത്തിലുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ താഴ്ന്ന ബോധമായിരിക്കും അവരുടെ വസ്തുവകകളിലൂടെ നമ്മൾ അനുഭവിക്കുന്നത്. എന്നാൽ ഉയർന്ന ബോധമുള്ള വ്യക്തികൾ ഉപയോഗിച്ച വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കും ഉയർന്ന ബോധമുണ്ടാകും. ഉദാഹരണത്തിന്, ഭഗവാന്റെ വിഗ്രഹത്തിൽ ചാർത്തിയ കളഭത്തിലൂടെ ഭഗവാന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാൻ സാധിക്കുന്നതാണ്. ഗുരുവിൻ്റെ വാക്കിൽ അചഞ്ചലമായ വിശ്വാസമുള്ള ശബരി ദേവിയെ ഭഗവാൻ അനുഗ്രഹിച്ചു. നീ ആഗ്രഹിച്ചതുപോലെ തന്നെ ഉപരിലോകങ്ങളിലേക്ക് പോയിക്കൊള്ളൂ എന്ന്. ഭഗവാനോട് എല്ലാം പറഞ്ഞ ശേഷം മഹാതപസ്വിനിയായ ശബരി തൻ്റെ ശരീരത്തെ അഗ്നിയിൽ ഹോമിച്ചു. അങ്ങനെ ഭഗവാന്റെ ലോകത്തിലേക്ക് പ്രവേശിച്ചു. ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആർക്കാണോ ഭഗവാനിലും ഗുരുവിലും അചഞ്ചലമായിട്ടുള്ള വിശ്വാസമുള്ളത് അവർക്ക് ഉറപ്പായും ഭഗവാന്റെ ലോകത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. ശബരി ദേവി ഗുരുവിൻ്റെ വാക്കുകളെ വിശ്വസിച്ചു. നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഉത്സാഹത്തോടെ തുടർച്ചയായി സേവനം ചെയ്തു. ഭഗവാന് വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നു. അതിൻ്റെ ഫലമായി ഒരു ദിവസം ഭഗവാൻ ദർശനം നൽകി.